ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ എന്തായാലും അത് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റസ് എന്ന പാഠമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഇറക്കിയിരിക്കുന്നു. അത് എന്താ പറയുക, കാണാത്തവർ ഇത് കണ്ടിട്ട് കാര്യമില്ല. അത് കണ്ടിട്ട് ജസ്റ്റ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പാർട്ട് 2ലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാനിത് കൊളാബ് ചെയ്തിട്ട് എല്ലാം കൂടി പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോണത് രണ്ടാമത്തെ പാട്ടാണ്. അതിൽ നമ്മൾ ലിവറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. ലിവർ, ദ വേസ്റ്റ് പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് പ്രോസസ്സിങ് യൂണിറ്റ് ആണ് ലിവർ. ഓക്കെ, ലിവർ കൺവേർട്ട് ടോക്സിക് സബ്സ്റ്റൻസസ് ദാറ്റ് reach the body and those produced inside the body into harmless substances. The conversion of ammonia, a toxic substance formed as a result of metabolic activities, into less toxic urea is an example for this. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ ടോക്സിക് സബ്സ്റ്റൻസിനെ ബോഡിയിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ഇൻസൈഡ് ദ ബോഡിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ഹാംലെസ് സബ്സ്റ്റൻസസ് ആക്കിയിട്ട് മാറ്റുന്നു. ടോക്സിക് ആയിട്ടുള്ള കുറേ സബ്സ്റ്റൻസസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് വഴി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ടോക്സിക് സബ്സ്റ്റൻസിനെ ഹാംലെസ് സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്നു. ദ കൺവേർഷൻ ഓഫ് ദ ammonia, a toxic substance as a result of metabolic activities, into less toxic urea is an example for this. നമ്മൾ നല്ല ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ നമ്മൾ യൂറിയയാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി യൂറിയയാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ലിവറിൻ്റെ പ്രോസസ്സ് എന്താ, കൺവേർട്ടിങ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻറ്റു of our body produced inside the body into harmless substances. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ഹാംലെസ് സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്നു. ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഇൻറ്റു ലെസ് ടോക്സിക് യൂറിയ ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഓഫ് ദ അമോണിയ ആസിഡിൻ്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് സെർവൽ നൈട്രോജനസ് ബൈ പ്രോഡക്റ്റ് ഓഫ് അമിനോ ആസിഡ് ആർ ഫോംഡ്. The most harmful among this is ammonia. It should be removed from the body immediately. മോസ്റ്റ് ആയിട്ടുള്ള ഹാംഫുൾ ആയത് അമോണിയാണ്. The ammonia formed in the cells reaches the liver through the blood, and in the liver it combined with the carbon dioxide and water into the presence of enzyme and it converted into urea. Okay, ammonia plus carbon dioxide plus water enzymes is urea എന്നൊരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കില്ല കേട്ടോ. നമുക്കത് അറിയണം. അമോണിയ നമ്മുടെ ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് മിക്സ്ഡ് അപ്പ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആൻഡ് കുറേ എൻസൈംസ് വഴി അത് യൂറിയായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലിവറിൻ്റെ ഈ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് ലിവറിൻ്റെ ഡ്യൂട്ടി എന്താ, ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയുടെ ഇൻസൈഡിൽ ഉണ്ടാകുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ ഹാംലെസ് സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്നു. അതേപോലെ അമോണിയ എന്ന നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് അതിനെ യൂറിയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അമോണിയ എങ്ങനെ ഉണ്ടാവുന്നത്, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. ഓക്കെ, അതിൻ്റെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് വഴിയാണ് അമോണിയ ഉണ്ടാവുന്നത്. ആൻഡ് സെർവൽ നൈട്രോജനസ് ബൈ പ്രോഡക്റ്റ് ആർ ഫോംഡ്. ദ മോസ്റ്റ് ഹാംഫുൾ എമംഗ് ദിസ് ഈസ് ഹാംഫുൾ ആണ് ബൈ പ്രോഡക്റ്റ് മോസ്റ്റ് ഹാംഫുൾ ആയിട്ടുള്ളതാണ് അമോണിയ. സോ അമോണിയനെ നമുക്ക് യൂറിയായിട്ട് മാറുന്നു. അതെങ്ങനെയാക്കുന്നത്, ഈ അമോണിയ നമ്മുടെ ബ്ലഡ് വഴി ലിവറിലെത്തി ലിവറിൽ നിന്ന് അത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേ എൻസൈംസ് വഴി അത് യൂറിയായിട്ട് മാറുന്നു. ഇത് മാത്രം നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ ഒക്കെ മനസ്സിലായില്ലേ. and അതേപോലെ എങ്ങനെ ഫോർമേഷൻ ഓഫ് ദ സ്വെറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കുന്നതാണ്, സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. സ്വെറ്റ് ഗ്ലാൻസ് ഇൻ ദ സ്കിൻ പ്രൊഡ്യൂസ് സ്വെറ്റ്. The sweat glands are surrounded by the blood capillaries at their base. When blood flows through their capillaries, salt and water form the blood enter the sweat glands. This appear as a sweat drops on the skin surface. The main objective of sweating is regulation of the body temperature. ഓക്കെ, സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആണെന്ന് നമുക്കറിയണം. അതേപോലെ സ്വെറ്റ് ഗ്ലാൻസസ് സ്കിൻ പ്രൊഡ്യൂസ് സ്വെറ്റ്.
സ്കിൻ എന്ത് ചെയ്യും, സ്വെറ്റ് ഉണ്ടാക്കുന്നു അല്ലേ. സ്കിന്നാണ് സ്വെറ്റിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. സ്വെറ്റ് ഗ്ലാൻസ് സറൗണ്ടഡ് ബൈ ദ ബ്ലഡ് കാപ്പിലറീസും കൊണ്ട് കവർ ചെയ്തതാണ് സ്വെറ്റ് ഗ്ലാൻസസ്. വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദ കാപ്പിലറീസ്, സാൾട്ട് ആൻഡ് വാട്ടർ ഫ്രം എ ബ്ലഡ് എൻ്റർ ദ സ്വെറ്റ് ഗ്ലാൻസസ്. ദിസ് അപ്പിയർ ആസ് എ സ്വെറ്റ് ഡ്രോപ്പ് ഓൺ ദ സ്കിൻ സർഫേസിൽ സ്വെറ്റ് ഡ്രോപ്പ് പോലെ അത് അപ്പിയർ ചെയ്യുന്നു. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സ്വെറ്റിംഗ് ഈസ് എ റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചേഴ്സ് റെഗുലേറ്റ് ചെയ്യാനാണ് സ്വെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്വെറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ല. നമ്മൾ ഈ ചൂടൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആ ചൂടിനോട് നമ്മൾ ബോഡി അതിനെ റെഗുലേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ സ്വെറ്റ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം കളഞ്ഞ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പുറത്തുള്ള ടെമ്പറേച്ചറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് ചൂടത്ത് നമ്മൾ വിയർക്കണത്. അപ്പോൾ ഇതിൽ ഒന്നും മനസ്സിലാക്കാനില്ല. സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗനാണ്. സ്കിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നത് സ്വെറ്റാണ്. ഈ സ്വെറ്റ് കവർ ചെയ്തിരിക്കുന്ന ബ്ലഡ് കാപ്പിലറീസ് കൊണ്ടാണ്. അതിൽ എന്താ പറയുക, സാൾട്ടും വാട്ടറും ബ്ലഡിലൂടെ എൻ്റർ ചെയ്തിട്ട് സ്കിന്നിലൂടെ പുറത്തേക്ക് വിടുന്നു. അത്രയേ ഉള്ളൂ നമുക്ക് ഈ സ്വെറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കിഡ്നിയുടെ ഫുൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.